أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന റിയാദുസ് സ്വാലിഹീൻ എന്ന ഗ്രന്ഥം കഴിഞ്ഞ 9 ദിവസങ്ങളിലായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന്റെ 10ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളും അവിടുത്തെ ജീവിതചര്യകളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഈ മഹത് ഗ്രന്ഥം ഒന്നിങ്ങനെ നോക്കിപ്പോകുക എന്ന ഒരു രീതിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും വിശുദ്ധ ദീനിനെ കുറിച്ചുമൊക്കെ പഠിക്കേണ്ടത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബാധ്യതയുള്ളതാണ്. അമലുകൾ ചെയ്യുമ്പോൾ, അതറിഞ്ഞുകൊണ്ട് അമലുകൾ ചെയ്യുകയാകുമ്പോൾ വളരെയേറെ പുണ്യം ലഭിക്കുകയും ചെയ്യും. നമ്മൾ നോക്കുന്നതിലും നമ്മൾ ദിനേന ചെയ്യുന്ന പ്രവൃത്തികളിലുമൊക്കെ അത് അതിൻ്റെതായ രീതികൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ ഷർത്തും കാര്യങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ളത് വളരെയേറെ അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. നമ്മളത് അശ്രദ്ധമായിക്കൊണ്ട് അതിന് വിട്ടുകളയുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ശിക്ഷയൊന്നും ലഭിക്കില്ലെങ്കിൽ പോലും നമ്മളത് നല്ല രീതിയിൽ ചെയ്തതാണെങ്കിൽ അതിനൊക്കെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കും. എന്തിനധികം നമ്മൾ സാധാരണ ദിനേനെ കുളിക്കുന്നു, ശുദ്ധി വരുത്തുന്നു. ആ ശുദ്ധി വരുത്തുന്നത് ഒരു നല്ല നിയ്യത്തോടുകൂടെ നല്ല രീതിയിലാണെങ്കിൽ അതൊക്കെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലമുള്ളതാണ്. സ്വന്തം ഭാര്യയുമായി രമിക്കുന്നത് പോലും സദഖയാണ് എന്ന് പറഞ്ഞ ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ദീനുൽ ഇസ്ലാമിനെ അറിയാൻ ശ്രമിക്കുക. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വിശുദ്ധ ദീൻ, പ്രവാചകന്റെ ചര്യകൾ എന്തൊക്കെ, പ്രവാചകൻ അനുഷ്ഠിച്ചു പോകുന്ന കർമ്മങ്ങൾ എന്തൊക്കെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചത് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്കൊക്കെ ഉള്ള ഒരു ചുവടുവെപ്പായിക്കൊണ്ട് ഈ ഒരു പ്രവർത്തനം നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും അടക്കം സ്വീകരിച്ചുകൊണ്ട് പുതിയ പുതിയ ഹദീസുകൾ പഠിക്കാനും പുതിയ പുതിയ ഇസ്ലാമിന്റെ വശങ്ങൾ പഠിക്കാനും നാം കഴിയുന്നത്ര ശ്രമിക്കണം. നമ്മുടെ ഈ പ്രവർത്തനം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് വളരെ താഴ്മയോടുകൂടി നിങ്ങളോട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഹദീസ് പഠന ക്ലാസ്, ഈ ഹദീസുകളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അതിലൂടെ നമുക്ക് പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യണം. നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരാളെങ്കിലും ഏതെങ്കിലും ഹദീസിലെ ഒരു പ്രവർത്തനം പ്രവാചകന്റെ ചര്യ പിൻപറ്റിയാൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് കുറയാതെ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ അറിയാതെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്.
ആ പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണല്ലോ, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്, അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയാണല്ലോ നമ്മുടെ ഓരോ ജീവിതവും ഓരോ പ്രവർത്തനങ്ങളും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിയിലായിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാകട്ടെ. അവിടുത്തെ പ്രവാചക ചര്യ പിൻപറ്റാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ഹദീസിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ തുടങ്ങാനിരിക്കുന്ന അധ്യായം 17 വിധിവിലക്കുകൾക്ക് വിധേയമാക്കണം. വിധിവിലക്കുകൾക്ക് വിധേയമാകണം, നമ്മളെ വിധിവിലക്കുകൾക്ക് വിധേയമാകണം എന്ന ബാബാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിസാ 65-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് കേൾക്കുക. താങ്കളുടെ നാഥൻ തന്നെയാണ് സത്യം. അവർക്കിടയിൽ പ്രശ്നങ്ങളിൽ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുകയും താങ്കളുടെ തീരുമാനത്തിൽ അവർക്ക് മനക്ലേശമില്ലാതിരിക്കുകയും അവരെ പൂർണ്ണമായും താങ്കൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത് വരെ അവർ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. നിസാ സൂറത്തിൽ 65-ാമത്തെ ആയത്താണത്. അവരുടെ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്കും അഥവാ ഖുർആനിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാമെന്നായിരിക്കും സത്യവിശ്വാസികളുടെ മറുപടി. അവർ തന്നെയാണ് വിജയികൾ. നൂർ സൂറത്തിൽ 51-ാമത്തെ ആയത്ത്. നമ്മൾ മുമ്പ് പറഞ്ഞ 156-ാമത്തെ ഹദീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയാതെ ഒഴിവാക്കിയ കാര്യങ്ങളെ കുറിച്ച് എന്നോട് അന്വേഷിക്കാതിരിക്കുക. നിങ്ങളുടെ നശിപ്പിക്കാൻ കാരണം അവരുടെ അനാവശ്യ ചോദ്യങ്ങളും നബിമാരോടുള്ള എതിർപ്പുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വല്ല കാര്യവും നിരോധിച്ചാൽ അത് നിങ്ങൾ വർജിക്കുകയും എന്തെങ്കിലും കൽപ്പിച്ചാൽ പരമാവധി അത് പ്രവർത്തിക്കുകയും ചെയ്യുക. ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസാണ്. അത് കഴിഞ്ഞ ബാബിലും വന്നിട്ടുണ്ട്. ഇനി 168-ാമത്തെ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ആകാശഭൂമികളിലുള്ളത് സർവ്വതും അള്ളാഹുവിനുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലുള്ളത് മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അത് കാരണം അവൻ നിങ്ങളെ വിസ്തരിക്കുന്നതാണ്. അൽ ബഖറ സൂറത്തിലെ 283-ാമത്തെ ആയത്താണ്. ഈ ഖുർആൻ സൂക്തം അവതരിപ്പിച്ചപ്പോൾ സഹാബികൾക്ക് അത് ഗൗരവമായി തോന്നി. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. മുട്ടുകാൽ നിലത്ത് കുത്തിയിരുന്നു കൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾക്ക് സാധ്യമായ നിസ്കാരം, വിശുദ്ധ യുദ്ധം, നോമ്പ്, സക്കാത്ത് മുതലായവ ഞങ്ങളോട് ശാസിക്കപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളോട് വിധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ താങ്കൾക്ക് ഈ സൂക്തം അവതരിച്ചിരിക്കുന്നു. ഇതാകട്ടെ ഞങ്ങൾക്ക് സാധ്യമല്ലാത്തതാണ് താനും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട 2 വിഭാഗക്കാർ, ജൂത ക്രൈസ്തവർ, ഞങ്ങൾ കേട്ടു, കൽപ്പനകൾ ഞങ്ങൾ നിരസിക്കുകയും ചെയ്തു എന്നവരുടെ പ്രവാചകരോട് പറഞ്ഞതുപോലെ നിങ്ങളും പറയാൻ ഉദ്ദേശിക്കുകയാണോ? നിങ്ങൾ ഇങ്ങനെ പറയുക, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. ഈ സൂക്തം ഞങ്ങൾക്ക് നല്ലവണ്ണം ഓതാൻ കഴിയുകയും നാം അതിന് വഴങ്ങുകയും ചെയ്തപ്പോൾ അള്ളാഹു അവതരിപ്പിച്ചു. അള്ളാഹുവിൽ നിന്ന് അവതരിച്ചത് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. അവരെല്ലാം അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും വേദങ്ങളിലും റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു. അവന്റെ പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ വിവേചനം കാണിക്കുകയില്ല. ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ നാഥ, ഞങ്ങളോട് പൊറുക്കേണമേ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്നവർ പറയുകയും ചെയ്തു. അങ്ങനെ അവർ അനുസരണമുള്ളവരായപ്പോൾ അള്ളാഹു അത് ദുർബലപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ചു. ഒരാളോടും അവന് സാധിക്കുന്നതല്ലാതെ അള്ളാഹു കൽപ്പിക്കുകയില്ല. ഓരോ ശരീരവും പ്രവർത്തിക്കുന്നതിന്റെ ഗുണം അതിന് തന്നെയാണ്, അത് ചെയ്യുന്നതിന്റെ ദോഷവും അതിന് തന്നെ ഭവിക്കാനുള്ളതാണ്. ഞങ്ങളുടെ നാഥ, മറന്നോ അബദ്ധത്തിലോ ചെയ്തു പോകുന്നതിൽ ഞങ്ങളെ ശിക്ഷിക്കല്ലേ. ഇങ്ങനെ അവർ പറയുമ്പോൾ അള്ളാഹു, ഇല്ല, അങ്ങനെ നിങ്ങൾ ശിക്ഷിക്കുകയില്ല എന്ന് പറയും. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നീ ചുമത്തിയതുപോലെ ഭാരങ്ങൾ ഞങ്ങൾക്ക് മേൽ നീ ചുമത്തരുത് എന്നവർ പറയുമ്പോൾ അള്ളാഹു പറയും, ഇല്ല, ചുമത്തുകയില്ല. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ കൈവിൽ പെടാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്നവർ പറയുമ്പോൾ അള്ളാഹു പറയും, ഇല്ല, അടിച്ചേൽപ്പിക്കുകയില്ല. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണമേ, പുറത്തു തരണമേ, കരുണ ചെയ്യുകയും ചെയ്യണമേ. നീ ഞങ്ങളുടെ രക്ഷാധികാരിയാണ്. അവിശ്വാസികൾക്കെതിരിൽ
ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് അവർ തുടർന്ന് പറയുമ്പോഴും അള്ളാഹു അതിനനുകൂലമായി തന്നെയാണ് പ്രതികരിക്കുക. മുസ്ലിം 1254 ആയത്തെ ഹദീസാണ് ഈ പറഞ്ഞത്. സഹോദരങ്ങളെ ചിന്തിക്കുക, അള്ളാഹു എത്ര കാരുണ്യവാനാണ്. ചിന്തിക്കുക സഹോദരങ്ങളെ, അള്ളാഹു എത്ര കാരുണ്യവാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അനുസരിക്കാൻ സന്നദ്ധമായിരിക്കുന്ന ഒരു സമൂഹത്തിനോട് വളരെ കാരുണ്യവാനായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വിശുദ്ധ ഖുർആൻ ഇറങ്ങുകയുണ്ടായി. സഹോദരങ്ങളെ ചിന്തിക്കുക, അള്ളാഹുവിന്റെ കാരുണ്യം നമ്മോട് എത്രയോ കരുണ ചെയ്യുന്നവരാണ് അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് ഇങ്ങോട്ട് ചെയ്തു തരുന്നു. നമ്മൾ പൊറുക്കലിനെ തേടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുകൂലമായ നിലപാടെടുക്കുന്നു. ചിന്തിക്കണം സഹോദരങ്ങളെ, ചിന്തിക്കണം സുഹൃത്തുക്കളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്നതിന്റെ, നമുക്ക് ചെയ്തു തരുന്നതിന്റെ കരുണയുടെ ഒരു അംശമെങ്കിലും തിരിച്ചു ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അവനിക്ക് നന്ദിയുള്ളവനാകണ്ടേ? അവൻ പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണ്ടേ? അവൻ എന്തെല്ലാം നിഅമത്തുകൾ നമുക്ക് ചെയ്തു തരുന്നു. അവനനുസരിച്ച് ജീവിക്കേണ്ട സഹോദരങ്ങളെ. ഒരംശമെങ്കിലും നമ്മൾ അള്ളാഹുവിനനുസരിച്ച്, അവന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ജീവിക്കേണ്ടേ? അള്ളാഹു എത്ര കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. ചിന്തിക്കുക സഹോദരങ്ങളെ. അടുത്ത ബാബിലേക്ക് പോകാം. അധ്യായം 18. ബിദ്അത്തുകൾ വർജിക്കണം. ബിദ്അത്തുകളെ കുറിച്ച് പറയുന്ന ബാബാണ്. അള്ളാഹു പറഞ്ഞു, സത്യമല്ലാതെ ദുർമാർഗമല്ലാതെ മറ്റെന്താണ്? അടിസ്ഥാനമുള്ളതെല്ലാം സത്യവും അതിനെതിരായും കൂട്ടിച്ചേർത്തതും ദുർമാർഗവുമാണ്. യൂനുസ് 32. അടിസ്ഥാനമുള്ളതൊക്കെ സത്യമാണ്, അതിനെതിരായതും കൂട്ടിച്ചേർത്തതും ദുർമാർഗമാണ്. യൂനുസ്. അതിന്റെ അടിസ്ഥാനം, ഉദാഹരണത്തിന് ക്രിസ്തീയ സമുദായത്തിന്റെ അടിസ്ഥാനം ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവും കാര്യങ്ങളുമൊക്കെ ആണെങ്കിൽ പോലും അതിൽ പിന്നീട് കൂട്ടിച്ചേർക്കുകയുണ്ടായി, അതിൽ കൂട്ടിത്തിരുത്തലുകളുണ്ടായി. അപ്പോൾ അതെന്തായി? അത് ദുർമാർഗമായി മാറി. അതാണ് സത്യമല്ലാത്തത് ദുർമാർഗമല്ലാതെ മറ്റെന്താണ്? സഹോദരങ്ങളെ ചിന്തിക്കുക. യൂനുസ് സൂറത്തിലെ 32 ആയത്ത്. ഖുർആനിൽ മതനിയമങ്ങളിലൊന്നും നാം വീഴ്ച വരുത്തിയിട്ടില്ല. അൻആം സൂറത്തിലെ 38 ആയത്ത്. ഏത് കാര്യത്തിന്റെ അഭിപ്രായ വ്യത്യാസമുണ്ടായാലും നിങ്ങൾ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. നിസാ സൂറത്ത് 59. ഇതാണ് എന്റെ സൽസരണി, ഇത് മാത്രം നിങ്ങൾ അവലംബിക്കുക, മറ്റു മാർഗങ്ങൾ നിങ്ങൾ അവലംബിക്കരുത്. അവലംബിച്ചാൽ അവന്റെ സൽസരണിയിൽ നിന്നും നിങ്ങൾ തെറ്റിപ്പോകും. അൻആം സൂറത്തിലെ 153. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ അനുഗമിക്കണം, എന്നാൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും, നിങ്ങൾക്ക് അവൻ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. ആല് ഇമ്രാൻ 31. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. പ്രസിദ്ധമായ ചിലത് മാത്രമാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് കടക്കാം. 169 ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ഈ കാര്യത്തിൽ ഇസ്ലാമിൽ ആരെ അതിൽ പെടാത്തത് ആരെങ്കിലും നിർമ്മിച്ചാൽ അതിനെ റദ്ദ് ചെയ്യണം. ബുഖാരി 5:221, മുസ്ലിം 1718-17. മുസ്ലിമിന്റെ ഒരു നിവേദനത്തിന് നമ്മുടെ മതത്തിൽ പെടാത്ത കാര്യം ആര് ചെയ്താലും അത് തള്ളിക്കളയേണ്ടതാണ് എന്നുള്ളത്. അതായത് സഹോദരങ്ങളെ ചിന്തിക്കുക, മതത്തിൽ പെടാത്ത ഒരു കാര്യം കൊണ്ടുവരണമ്പോഴാണ് പ്രശ്നം. മതത്തിലുള്ളതിനെ ക്രോഡീകരിക്കുന്നത് കൊണ്ടോ മതത്തിലുള്ളതിനെ നിർവഹിച്ചു പോരുന്നത് കൊണ്ടോ പ്രശ്നങ്ങളില്ല. ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് മതത്തിലുള്ളതിനെ ചിലർ ക്രോഡീകരിച്ചത് കൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മദ്രസ സംവിധാനമുണ്ട്, പക്ഷെ അതേ സംവിധാനം മറ്റുള്ളിടത്തില്ല. അവിടുത്തെ സംവിധാനത്തിനനുസരിച്ച് അവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. മസ്ജിദുൽ ഹറമിൽ പോയാൽ പള്ളിയിലാണ് ദർസ് നടക്കുക, പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രാഥമിക പഠനം നടക്കുന്നത് എവിടെയാ? മദ്രസകളിലാണ്. അപ്പൊ എന്ന പോലെ ഓരോ ഇസ്ലാമിലുള്ളതിനെ ക്രോഡീകരിക്കുന്നത് കൊണ്ടോ ഇസ്ലാമിലുള്ളതിനെ നിർവഹിച്ചു പോരുന്നത് കൊണ്ടോ ചിലർ ആദത്താക്കുന്നത് കൊണ്ടോ പ്രശ്നമില്ല. അപ്പൊ ഇസ്ലാമിൽ ഇല്ലാത്ത ഒന്നിനെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഉദാഹരണത്തിന് ഹദ്ദാദ് റാത്തീബ് എടുക്കാൻ. നമുക്ക് ഹദ്ദാദ് റാത്തീബിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഹദ്ദാദ് റാത്തീബ് ബിദ്അത്താണെന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്.
മഹാനായിരിക്കുന്ന ബാലവി റളിയല്ലാഹു അൻഹു ആണ് തോന്നുന്നു അദ്ദാദ് രചിച്ചത്. എന്താവട്ടെ, അദ്ദാദിലുള്ള ഒരു വാക്കും ഇസ്ലാം ഇന്ന് പുറത്തു നിന്നുള്ളതല്ല. അദ്ദാദ് തുടങ്ങുന്നത് എങ്ങനെയാ? ഫാത്തിഹ ഓതിക്കൊണ്ടാണ്. ഫാത്തിഹ ഇസ്ലാമിൽ അനുവദനീയമാണ്. പിന്നെ അലിഫ്ലാമീൻ, പിന്നെ ആയത്തുൽ കുർസി, പിന്നെ ആമന റസൂലു, പിന്നെ ഓരോ ആയത്തുകളും ഓരോ ദിക്റുകളും എല്ലാം ഇസ്ലാമിലുള്ളത് ദിക്റുകൾ തന്നെയാണ്. മഹാനായിരിക്കുന്ന അദ്ദാദ് ബാലവി റളിയല്ലാഹു അൻഹു അതിനെ ക്രോഡീകരിക്കപ്പെട്ടു എന്നല്ലാതെ മറ്റൊന്നും അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിന് പുറത്തു നിന്നുള്ള ഒരു കടന്നുകയറ്റം അതിലില്ല. പകരം ഇസ്ലാമിലുള്ളത് തന്നെ ക്രോഡീകരിക്കപ്പെട്ടു ഹദ്ദാദ് റാത്തീബായി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. അത്തരം കാര്യങ്ങൾ ബിദഅത്താണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ആളുകളുണ്ട് ഈ ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തില്. പക്ഷേ ചിന്തിക്കുക സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പുറത്തു നിന്നത് കടന്നു വരുമ്പോഴാണ് ബിദഅത്താകുന്നത്. ഇസ്ലാമിന്റെ പുറത്തു നിന്നുള്ളത് കടന്നു വരുമ്പോൾ, ഇസ്ലാം അല്ലാത്ത ഒരു കാര്യം കടന്നു വരുമ്പോഴാണ് ബിദഅത്താകുക. ഇസ്ലാമിലുള്ള കാര്യങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ഇസ്ലാമിലുള്ള കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നത് കൊണ്ടോ ബിദഅത്താകുന്നില്ല. ചില സ്ഥലങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിർവഹിച്ചു പോരുമ്പോൾ അത് ബിദഅത്താകുന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ഘോഷയാത്ര എടുക്കാം. നബിദിനത്തിന്റെ ഘോഷയാത്ര. എന്താ നബിദിനത്തിന്റെ ഘോഷയാത്ര? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സലാത്ത് ചൊല്ലി അവിടുത്തെ മദ്ഹുകൾ പ്രചരിപ്പിച്ച് നമ്മുടെ നാടിന്റെ സംവിധാനം അനുസരിച്ച് ഘോഷയാത്ര നടക്കുന്നു. അതേ സ്ഥാനത്ത് ആ ഘോഷയാത്ര മറ്റൊരു രീതിയിലാണെന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കുക എങ്ങനെ? ഉദാഹരണത്തിന് അനിസ്ലാമികമായ മാർഗത്തിലൂടെ നബിയുടെ പേര് പറഞ്ഞിട്ട് അനിസ്ലാമികമായ മാർഗം സ്വീകരിച്ചുകൊണ്ട് മറ്റു പല മതസ്ഥരുടെയും ഘോഷയാത്ര പോലെ ആക്കുകയും ഇസ്ലാമിനെ പാടെ വർജിച്ചുകൊണ്ട് മറ്റു മതസ്ഥരുടെയും മറ്റു ആഘോഷങ്ങളുടെയും ഒക്കെ ഘോഷയാത്ര പോലെ ആക്കി മാറ്റിയാൽ അത് ബിദഅത്താണ്. എന്നാൽ നിങ്ങൾ ആ ഘോഷയാത്ര നമ്മുടെ സാഹചര്യം അനുസരിച്ച്, ജനാധിപത്യ രാഷ്ട്രത്തിലെ സാഹചര്യം അനുസരിച്ച് നമ്മളൊരു ഘോഷയാത്ര നടത്തുമ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടിക്കൊണ്ടാകുമ്പോൾ അത് അല്ലാഹുവിൽ നിന്ന് അത് ബിദഅത്താകുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് സംവിധാനമാണ്. അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് സംവിധാനം ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പില്ലാത്ത രാജ്യങ്ങളുള്ളതും തെരഞ്ഞെടുപ്പുള്ള രാജ്യങ്ങളും കൂടെ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ചെയ്യൽ ബിദഅത്താണ് എന്ന് പറയേണ്ടി വരും. ഈ മുജാഹിദുകാരുടെയും അതല്ലെങ്കിൽ മറ്റു ആളുകളുടെയും ഒക്കെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് നടക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് ബിദഅത്താണെന്ന് പറയുന്നത്. കാരണം റസൂലുള്ളാഹിന്റെ കാലത്ത് വോട്ട് ചെയ്തിട്ടില്ല. ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ അത് ചെയ്യുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാസികകളും വാരികകളും ഇല്ലായിരുന്നു. ഇസ്ലാമിക പ്രബോധനത്തിന് അവർ നേരിട്ട് ചെല്ലുന്ന പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ നമ്മളിപ്പോ ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? അത് ഓരോ നാടിന്റെയും സാഹചര്യം അനുസരിച്ച് അതിൻ്റെതായ രീതിയിലുള്ള മാർഗങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിച്ചു പോരുന്നു. അപ്പോൾ അത് ഇസ്ലാമിന്റെ അകത്ത് നിന്നാകുമ്പോൾ ബിദഅത്താകുന്നില്ല. ഇസ്ലാമിന്റെ പുറത്ത് നിന്ന് കടന്നു കയറുമ്പോഴാണ് ബിദഅത്താകുന്നത്. ഇത് ചിന്തിക്കണം സഹോദരങ്ങളെ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ടുവെന്ന് പറയുമ്പോഴേക്ക് അത് ബിദഅത്താണ് എന്ന് പറയുമ്പോഴേക്ക് അതങ്ങ് ചാടി ബിദഅത്താണെന്ന് പറയാൻ നിൽക്കണ്ട. അതിന്റെ വശങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം ബിദഅത്താക്കിയാൽ മതി. ചിന്തിക്കുക സഹോദരങ്ങളെ. അതുപോലെ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുക. ഇസ്ലാമിന്റെ അകത്ത് നിന്നുള്ള കാര്യങ്ങൾ വെച്ചാകുമ്പോൾ അത് ബിദഅത്താകുന്നില്ല. ഇസ്ലാമിന്റെ പുറത്തു നിന്നുള്ള ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചാണോ, അഥവാ ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്ത പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, നമസ്കരിക്കുന്നു നമ്മള്. ഒരാൾക്ക് 5 വക്ത് നമസ്കാരമാണ്. ഒരാൾ പറയുന്നു നാളെ മുതൽ 6 വക്ത് നമസ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിച്ചാല് അത് ബിദഅത്താണ്. അത് 3 ആണെന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിച്ചാലും ബിദഅത്താണ്. എന്നാൽ ഒരാൾ 5 വക്ത് നമസ്കരിച്ചതിന് ശേഷം കുറെ സുന്നത്തുകൾ നിസ്കരിക്കുന്നു, അത് ബിദഅത്തല്ല, അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണ്. അപ്പോൾ എന്ന പോലെ
ചില കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ചെയ്തു തീർക്കുമ്പോൾ അത് ബിദ്അത്താകുന്നില്ല. അത് ഇസ്ലാമിന്റെ അകത്തുനിന്നുള്ള കാര്യങ്ങളായിരിക്കണം. അതേക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ ധാരാളം പറയുന്നുണ്ട്. ഞാൻ പറയാൻ ആളുകളല്ല, പക്ഷേ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. സഹോദരങ്ങളെ, ചിന്തിക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുമ്പോൾ അടുത്ത ദിവസം രാവിലെയോ വൈകുന്നേരമോ ശത്രുസേനയുടെ ആക്രമണം ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നവനെ പോലെ രോഷാകുലനാവുകയും ശബ്ദം ഉയർത്തുകയും കണ്ണുകൾ ചുവന്നു തുടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഞാനും അന്ത്യദിനവും ഈ 2 വിരലുകൾ പോലെ അടുത്താണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് തന്റെ നടുവിരലും ചൂണ്ടുവിരലും അടുപ്പിച്ച് കാണിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാരംഭ മുറകൾക്കു ശേഷം ഞാൻ പറയുന്നു, വചനങ്ങളിൽ ഉത്തമം അല്ലാഹുവിന്റെ കിതാബും ചര്യകളിൽ ഉത്തമം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ്. ദീനിൽ നിർമ്മിച്ചുണ്ടാക്കിയതാണ് ഏറ്റവും മോശമായ കാര്യം. ദീനിൽപ്പെടാത്ത എല്ലാ ബിദ്അത്തും ദുർമാർഗമാണ്. എല്ലാ സത്യവിശ്വാസികൾക്കും സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടവനാണ് ഞാൻ. ആരെങ്കിലും സമ്പത്ത് വിട്ടേച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കുടുംബത്തിനുള്ളതാണ്. എന്നാൽ കടമോ നിരാലംബരായ കുടുംബമോ ആണ് വിട്ടേച്ചു പോയതെങ്കിൽ അതിന്റെ ചുമതല എന്നിൽ അർപ്പിതവും അതെന്റെ ബാധ്യതയുമാണ്. മുസ്ലിം 867. ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, അസർ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനെതിരായ പുതിയ കാര്യങ്ങളാണ് പിഴച്ചത്, ദീനിൽപ്പെടാത്ത ബിദ്അത്ത് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് തന്നെയല്ലേ? ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ ഒക്കെ സ്ഥിരപ്പെടാത്ത ഒന്നാണെങ്കിൽ അത് ബിദ്അത്താണ് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. നല്ലതോ ദുഷിച്ചതോ ആയ സമ്പ്രദായത്തിന് മാതൃകയാകുന്നവർ. അധ്യായം 19. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നല്ലതിന്റെ മാതൃകയാകണം. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഇതിന് പ്രതിഫലം ഉണ്ടാകുമെന്നൊക്കെ. എന്നാൽ അതേക്കുറിച്ചുള്ള ഒരു ബാബാണ് ഇനി പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു അധ്യായമാണ് ഇനി പറയാൻ പോകുന്നത്. സഹോദരങ്ങളെ, ചിന്തിക്കുക. നല്ലതോ ദുഷിച്ചതോ ആയ സമ്പ്രദായത്തിന് മാതൃകയാകുന്നവർ എന്ന് ബാബാണ്. അധ്യായം 19. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞങ്ങളുടെ നാഥ, ഭാര്യമാരിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. ഞങ്ങളെ ഭക്തന്മാർക്ക് മാതൃകയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അൽ ഫുർഖാൻ 24. ഏതാണ് ഈ ആയത്തെന്നറിയുമോ? ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما എന്ന ആയത്ത്. ഈ പ്രാർത്ഥനയ്ക്ക് എന്നും പതിവാക്കണം സഹോദരങ്ങളെ. ഞങ്ങളുടെ നാഥ, അതിന്റെ അർത്ഥം ഇതാണ്: ഞങ്ങളുടെ നാഥ, ഭാര്യമാരിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. ഞങ്ങളെ ഭക്തന്മാർക്ക് മാതൃകയാക്കണമേ. ഈ പ്രാർത്ഥനയുണ്ടല്ലോ സഹോദരങ്ങളെ, നല്ലൊരു പ്രാർത്ഥനയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. നാം അവരെ നമ്മുടെ കാര്യത്തിലേക്കും ജനങ്ങളെ നയിക്കുന്ന മാതൃക പുരുഷന്മാരാക്കി തീർത്തിരിക്കുന്നു. നാം അവരെ നമ്മുടെ കാര്യത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന മാതൃകാ പുരുഷന്മാരാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. അംബിയ 73-ാമത്തെ സൂറത്തില് 171-ാമത്തെ ഹദീസ്. ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു ദിവസം പകൽ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഏറെക്കുറെ നഗ്നരായ പുതപ്പോ കരിമ്പടമോ ശരീരത്തിൽ പുതച്ച് ഏതാനും പേർ വാളുകൾ തൂക്കിയിട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അവരിൽ മിക്കവരും എന്നല്ല എല്ലാവരും മുനർ വംശജരായിരുന്നു. അവർ അനുഭവിക്കുന്ന കഠിനമായ ദാരിദ്ര്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. അവിടുന്ന് അകത്തേക്ക് പോയി, പിന്നെ പുറത്തു വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്കും ഇഖാമത്തും വിളിക്കാൻ പറഞ്ഞു. നിസ്കാരാനന്തരം അവിടുന്ന് ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൽ മനുഷ്യരെ,
ഒരേ ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന സൂക്തം അവസാനം വരെ ഓതി. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തിലുള്ള സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ചിന്തിച്ചു കൊള്ളുക എന്ന ആയത്തും ഓതി. ശേഷം അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും തന്റെ കഴിവിൽപ്പെട്ട സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ വസ്ത്രമോ ഗോതമ്പ് കാരക്ക മുതലായവയിൽ നിന്ന് ഒരു സ്വായ് ഏകദേശം 2.5 കിലോ 2.05 കിലോ വീതമോ കൊണ്ടുവരിക. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു കാരക്കീരെങ്കിലും ധർമ്മം ചെയ്യുക. അപ്പോൾ അൻസാരികളിൽ ഒരാൾ തനിക്ക് പൊക്കാൻ കഴിയാത്തത്ര ഭാരമുള്ള ഒരു സഞ്ചി നിറയെ കൊണ്ടുവന്നു. തുടർന്ന് ജനങ്ങൾ ഓരോരുത്തരായി വരാൻ തുടങ്ങി. വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും 2 കൂമ്പാരം ഞാൻ അവിടെ കണ്ടു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം തങ്കം പൂശിയതുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു നല്ല മാതൃക കാണിച്ചാൽ അതിനവന് പ്രതിഫലമുണ്ട്. അതനുകരിച്ച് പ്രവർത്തിക്കുന്നവരുടെയും പ്രതിഫലം അവരുണ്ട്. അത് പ്രാവർത്തികമാക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൽ അല്പം കുറയുകയുമില്ല. ഇനി ഒരു ചീത്ത മാതൃകയാണ് കാണിച്ചതെങ്കിൽ അതിന്റെ പാപഭാരം അവൻ വഹിക്കണം. അതനുകരിച്ചവരുടെ പാപഭാരവും അവൻ വഹിക്കേണ്ടതുണ്ട്. അത് ചെയ്യുന്നവരുടെ പാപത്തിൽ അല്പവും കുറയുകയുമില്ല. ചിന്തിക്കുക സഹോദരങ്ങളെ. മുസ്ലിം 1017 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ കാരണമായിക്കൊണ്ട് ഒരു നന്മ പ്രാവർത്തികമാക്കിയാൽ ജനങ്ങൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് സഹോദരങ്ങളെ അത് തുടർന്ന കാലഘട്ടത്തോളം അത് ജനങ്ങളിൽ അങ്ങനെ തുടർന്ന് വരുന്ന കാലഘട്ടത്തോളം അല്ലാഹുവിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അത് യാതൊരു കാരണവശാലും ആ ചെയ്തവന് ഒരു കാരണവശാലും അതിൽ നിന്ന് ഒരു പ്രതിഫലത്തിന്റെ ഒരു അംശം പോലും കുറയാതെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ചിന്തിക്കണം സഹോദരങ്ങളെ. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും ഒരാൾ തിന്മയാണോ മാതൃകയാക്കിയതെങ്കിൽ അതിന്റെ പാപഭാരം അവസാന കാലഘട്ടം വരെ ഉണ്ടാകും കേട്ടോ. നമ്മുടെ നാടുകളിലൊക്കെ ഭിന്നിപ്പിന്റെ പേരില് ഭിന്നിക്കുന്നവരുണ്ട്, സംഘടനയുടെ പേരിൽ ഭിന്നിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ ചിന്തിക്കുക. സംഘടനയുടെ പേരിലൊക്കെ ഭിന്നിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ആരാണോ അതിന് നേതൃത്വം നൽകിയത്, സുഹൃത്തുക്കളെ ചിന്തിക്കുക, അവന് എത്ര തന്നെ കാലങ്ങളോളമായാലും ഈ ഭിന്നിപ്പിന്റെ പേരിൽ എന്ത് തന്നെ സമൂഹത്തിൽ നടന്നാലും ശരി, ആ നടന്നതിന്റെ ഒക്കെ പങ്ക് നിങ്ങൾ വഹിക്കേണ്ടി വരുമെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കണം. സംഘടനകൾക്ക് വേണ്ടി, രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഒക്കെ മഹല്ലിൽ പ്രശ്നമുണ്ടാക്കി മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സഹോദരങ്ങളുണ്ട്. ആ ഭിന്നിപ്പ് നിലനിൽക്കുന്ന കാലഘട്ടത്തില് ആ ഭിന്നിപ്പിന്റെ പേരില് കൊല ചെയ്യപ്പെട്ടാലും ആ ഭിന്നിപ്പിന്റെ പേരിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, അതിന്റെയൊക്കെ പാപഭാരം ചുമക്കേണ്ടി വരിക ഭിന്നിപ്പിന് നേതൃത്വം നൽകിയവരായിരിക്കുമെന്ന് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന മഹല്ലുകളിലൊന്നും ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുത്. അത് പാർട്ടിയുടെ പേരിലായാലും സംഘടനയുടെ പേരിലായാലും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലായാലും വോട്ടിന്റെ പേരിലായാലും കുടുംബത്തിന്റെ പേരിലായാലും ശരി, അതേ സ്ഥാനത്ത് അവരെ യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഗുണമുണ്ട്, അവിടെ നിങ്ങൾക്ക് ഗുണം വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക. സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കുക. ഇത്തരം പ്രവണതകൾ കാണിക്കുന്നവരെ അകറ്റി നിർത്തിക്കൊണ്ട് ഇസ്ലാമിലെ മഹല്ലത്തുകളിലൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ മുഖേന മാതൃകയാക്കിക്കൊണ്ട് നാടിനും നന്മക്കും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിച്ചു പോരുക. അങ്ങനെ നിർവഹിച്ചു പോന്നാൽ നമ്മെ കണ്ടുകൊണ്ട് ആരെങ്കിലും ആ ഒരു പ്രവർത്തനം തുടർന്നു പോന്നാല് തീർച്ചയായിട്ടും അല്ലാഹുവിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ മരണശേഷവും ആരെങ്കിലും അത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്നാലിന്റെ വ്യക്തി ചെയ്ത് തന്ന മാതൃകയാണ്, ഇന്നാലിന്റെ വ്യക്തി കാണിച്ചു തന്ന മാതൃകയാണ്, അത് നിലനിർത്തി പോരണം നമുക്കെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരാളെ തന്നെ തുടർന്ന് പോയാൽ സഹോദരങ്ങളെ ചിന്തിക്കുക, അതിൽ നിന്ന് നിങ്ങൾക്ക് കൂലി വന്നുകൊണ്ടേയിരിക്കും. ആ പ്രവൃത്തി ചെയ്യുന്നവന്റെ യാതൊരു കൂലിയും നഷ്ടപ്പെടുകയില്ല. നിങ്ങൾക്ക് കൂലി അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് വന്നുകൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ ചിന്തിക്കുക. അതുകൊണ്ട് പ്രതിഫലത്തിന് വേണ്ടിയായിരിക്കണം, നല്ല നല്ല മാതൃകകളായിരിക്കണം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു തആലയുടെ പ്രീതി അത് നമുക്ക് ആവശ്യമാണ്. സഹോദരങ്ങളെ ചിന്തിക്കുക. അതുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത്, ഭിന്നിപ്പുണ്ടാക്കരുത്, ഭിന്നിപ്പുണ്ടാക്കരുത്. സമൂഹത്തിൽ ഐക്യം നിലനിർത്തണേ. രണ്ട് ജമാഅത്ത് തൊട്ടടുത്ത്, രണ്ട് ജമാഅത്ത് ഉണ്ടാക്കരുത്. തൊട്ടടുത്ത് രണ്ട് മദ്രസ ഉണ്ടാക്കരുത്. തൊട്ടടുത്ത് നിങ്ങൾ രണ്ട് മദ്രസ ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാലങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ മരണശേഷവും ആ മദ്രസ രണ്ട് മദ്രസയായിക്കൊണ്ട് ഭിന്നിപ്പുള്ള രണ്ട് സമൂഹം അവിടെ വളർന്നു വരും. അതുകൊണ്ട് ഭിന്നിപ്പിന് വേണ്ടി പണം ചെലവഴിക്കുന്നവരാരായിരുന്നാലും ശരി, അത് എന്തിന്റെ പേരിലായാലും ശരി, നമ്മുടെ നാടുകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നുവെന്നാണത്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക. രണ്ട് മദ്രസ, ഒരു പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു പള്ളി, അതുപോലെ തന്നെ മറ്റൊരു മദ്രസ, അല്ലെങ്കിൽ ഒരു മദ്രസക്ക് തന്നെ രണ്ട് ചുമര്. സഹോദരങ്ങളെ ചിന്തിക്കുക. അതിന് നേതൃത്വം കൊടുത്തവൻ ആരാണോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് തിരുത്താൻ സമയമായിരിക്കുന്നു. ഇനി ആരെങ്കിലും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിന്റെ പേരിലായിരുന്നാലും ശരി, അത്തരം ഭിന്നിപ്പുകൾ കാലങ്ങൾക്ക് ശേഷവും നിലനിൽക്കും. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. രണ്ട് മദ്രസ ഒരു ഉണ്ടായാൽ അത് ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. ഒരേ സ്ഥലത്ത് രണ്ട് മദ്രസ ഉണ്ടായാൽ രണ്ട് വളർന്നു വരുന്ന രണ്ട് തലമുറ അവിടെ വളർന്നു വരുന്ന രണ്ട് സ്വഭാവക്കാരായിരിക്കുന്ന തലമുറ അവിടെ വളർന്നു വരും. രണ്ട് വിഭാഗം. അപ്പോൾ ആ വിഭാഗീയത എന്നും നിലനിൽക്കും. ആ വിഭാഗീയത ഒരിക്കലും മാറുകയില്ല. സംഭവം ആശയത്തിൽ ഒന്ന് തന്നെയാണ്, പക്ഷേ വിഭാഗീയത രണ്ടാണ്. അങ്ങനെ ആ വിഭാഗീയത നിലനിൽക്കുമ്പോൾ ആരാണോ ഇതിന് നേതൃത്വം നൽകിയത്, ആരൊക്കെയാണോ അതിന് സഹായിച്ചത്, അവർക്കൊക്കെ ആ വിഭാഗീയതയിൽ പങ്കുണ്ടാകും. അതുകൊണ്ട് ചിന്തിക്കുക സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ, മഹല്ലത്തുകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ പ്രശ്നമുണ്ടാക്കരുത്, ഭിന്നിപ്പുണ്ടാക്കരുത്, ഐക്യത്തോടെ പോകണേ. അതാണ് അള്ളാഹുവിന്റെ ഇഷ്ടം. ഭിന്നിപ്പുണ്ടാക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു തആല വെറുത്തിരിക്കുന്നു. അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വെറുത്തിരിക്കുന്നു. സഹോദരങ്ങളെ, അത് ചിന്തിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ആരെങ്കിലും ഒരാൾ നല്ല മാതൃകയെ കാണിച്ചാൽ ആ മാതൃക കാലങ്ങളോളമായിട്ട് തുടർന്നാൽ, മറ്റുള്ളവർ ആ മാതൃക ഏറ്റെടുത്താൽ അവർക്ക് പ്രതിഫലമുണ്ട്. അവന്റെ മറ്റുള്ളവരിൽ നിന്ന് യാതൊരു പ്രതിഫലവും കുറയാതെ അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്രമമായി ആര് കൊല ചെയ്യപ്പെട്ടാലും ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ആദ്യ മകന് ഹാബീൽ റളിയല്ലാഹു അൻഹുവിന് ആ കൊലയാളിയുടെ പാപത്തിൽ നിന്നൊരു വിഹിതം ഉണ്ടാകാതിരിക്കില്ല. കാരണം അവനാണ് കൊലപാതകത്തിന്റെ മാതൃക കാണിച്ചു കൊടുത്തത്. ബുഖാരി 6:262, 12:169, മുസ്ലിം 1670. അങ്ങനെയുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകനായിരിക്കുന്ന ഹാബീൽ റളിയല്ലാഹു അൻഹു ആണ് ലോകത്ത് ആദ്യമായിട്ട് കൊല നടത്തിയത്. എന്നാൽ ആ കൊലയുടെ പാപത്തിന്റെ പങ്ക് വീണ്ടും വീണ്ടും ആരൊക്കെ കൊലപാതകങ്ങൾ ചെയ്യുന്നു, അനാവശ്യമായിട്ട് അക്രമമായിട്ട് ആര് കൊല ചെയ്യുന്നു, അതിൽ നിന്നൊക്കെ ഒരു പങ്ക് അവർ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. വഴിപിഴച്ചവർ തന്നെയാണ്. സഹോദരങ്ങളെ ചിന്തിക്കുക. അധ്യായം 20 നന്മയിലേക്ക് ക്ഷണിക്കല് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്ന ബാബാണ്. നന്മയിലേക്ക് ക്ഷണിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അല്ലാഹു പറഞ്ഞു, നിന്റെ നാഥന്റെ ദീനിലേക്ക് ക്ഷണിക്കുക. ഖസസ് 87. നിന്റെ നാഥനെ സരണിയിലേക്ക് സതുപദേശങ്ങളിലൂടെയും തത്വദീക്ഷതയോടും നീ ക്ഷണിക്കുക. നഹ്ൽ 125. നന്മ പ്രവർത്തിക്കുവാനും ഭക്തിയുള്ളവരാക്കുവാനും നിങ്ങൾ പരസ്പരം സഹായിക്കണം. മാഇദ 2. സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കണ്ടില്ലേ? നന്മ പ്രവർത്തിക്കുവാനും ഭക്തിയുള്ളവരാകുവാനും നിങ്ങൾ പരസ്പരം സഹായിക്കണേ. നമ്മൾ സഹായിക്കണേ പരസ്പരം. മറ്റുള്ളവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കണേ, നന്മ പറഞ്ഞു കൊടുക്കണേ, നമ്മൾ അറിഞ്ഞതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടായേ പറ്റൂ. ആലി ഇമ്രാൻ 84. ഇഖ്ബത്ത് ബിൻ അംർ റളിയല്ലാഹു അൻഹു നിവേദനം, ഇദ്ദേഹം അൻസാരിയും ബദറിൽ പങ്കെടുത്ത ആളുമാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലത് അറിയിച്ചു കൊടുക്കുന്നവരെ അത് പ്രവർത്തിക്കുന്നവന് തുല്യമായ പ്രതിഫലമുണ്ട്. മുസ്ലിം 1893. ആരെങ്കിലും ഒരു കാര്യം, നല്ല ഒരു കാര്യം ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് ആ പറഞ്ഞു കൊടുക്കപ്പെട്ട ആൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൽ നിന്നൊരു പ്രതിഫലം ഈ പറഞ്ഞു കൊടുത്തവനുണ്ടെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉണർത്തുകയാണ്. ചിന്തിക്കണം സഹോദരങ്ങളെ, ചിന്തിക്കണേ സുഹൃത്തുക്കളെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരെ അവരെ പിന്തുടരുന്നവർക്ക് ലഭിക്കുന്നതിന് സമാനമായ പ്രതിഫലമുണ്ട്. അവരുടെ കൂലിയിൽ ഒരു കുറവും വരികയുമില്ല. ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരെ അവരെ പിന്തുടരുന്നവരുടേതിന് സമാനമായ പാപമുണ്ട്. അവരുടെ പാപത്തിൽ ഒരു കുറവും വരികയുമില്ല. മുസ്ലിം 2674. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം. സഹോദരങ്ങളെ, ഈ ഹദീസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഖൈബർ യുദ്ധ ദിനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, നാളെ ഈ പതാക ഞാൻ ഒരാളെ ഏൽപ്പിക്കും, അയാൾ മുഖേനയായിരിക്കും അല്ലാഹു നമ്മെ വിജയിപ്പിക്കുക. അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നവനാണ് അദ്ദേഹം. അല്ലാഹുവും റസൂലും അദ്ദേഹത്തെയും സ്നേഹിക്കുന്നു. ആരുടെ വശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പതാക കൊടുക്കുക എന്നതിനെ പറ്റിയായിരുന്നു ആ രാത്രി ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. തനിക്കത് കിട്ടിയേക്കുമെന്ന പ്രത്യാശയോടെ അതിരാവിലെ തന്നെ എല്ലാവരും തിരുസന്നിധിയിലെത്തി. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, അലി റളിയല്ലാഹു അൻഹു എവിടെ? അലി റളിയല്ലാഹു അൻഹു കണ്ണുരോഗമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആളയച്ചു വരുത്തുവാൻ അവിടുന്ന് കൽപ്പിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കണ്ണിൽ തന്റെ ഉമിനീര് പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കണ്ണിന് യാതൊരു അസുഖവും ബാധിച്ചിട്ടില്ലാത്ത വിധം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അസുഖം ഭേദമായി. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക അദ്ദേഹത്തിന് കൈമാറി. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അവരും നമ്മെ പോലെയാകുന്നത് വരെയല്ലേ ഞാൻ അവരോട് യുദ്ധം ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മന്ദം മന്ദം നടന്നു പോകുക, അവരുടെ അങ്കണത്തിൽ ചെന്നിറങ്ങി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അവർക്ക് ഇസ്ലാമിൽ നിർബന്ധമായ അല്ലാഹുവിനുള്ള ബാധ്യതകൾ വിവരിച്ചു കൊടുക്കുക. അല്ലാഹു ആണ് താങ്കൾ മുഖേന ഒരാളെ അല്ലാഹു നേർമാർഗത്തിലാക്കുന്നത് അമൂല്യമായ ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ചിന്തിക്കുക സഹോദരങ്ങളെ, നമ്മൾ മുഖേന ഒരാൾ നേർമാർഗത്തിലേക്ക് വരുന്നത് അമൂല്യമായ ചുവന്ന ഒട്ടകം ഉണ്ടാകാൻ പാടാണ്. അതാണ് അമൂല്യമായ ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് പറഞ്ഞത്. ബുഖാരി 758, മുസ്ലിം 2406 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. 176ാമത്തെ ഹദീസ്, നേരത്തെ പറഞ്ഞ ഹദീസ് കൂടി കഴിഞ്ഞിട്ടല്ല, ഇന്ന് ഈ ഹദീസ് കൂടി കഴിഞ്ഞിട്ടാക്കാം ഇൻഷാ അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, അസ്ലം ഗോത്രക്കാരനായ ഒരാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം, പക്ഷെ അതിന് വേണ്ട സജ്ജീകരണങ്ങളൊന്നും എനിക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യുദ്ധത്തിന് തയ്യാറെടുത്തിരുന്ന ഇന്നയാൾ രോഗശയ്യയിലാണ്, നീ അയാളെ സമീപിക്കുക. ഉടനെ അദ്ദേഹം അയാളെ സമീപിച്ചു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം പറയുകയും നിങ്ങൾ യുദ്ധത്തിന് സജ്ജീകരിച്ചിരിക്കുന്നത് എനിക്ക് തരാൻ കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം തന്റെ ഭാര്യയെ വിളിച്ചു വരുത്തി, എന്റെ യുദ്ധ സജ്ജീകരണങ്ങൾ ഇയാൾക്ക് കൊടുക്കുക, അതിലൊന്ന് പോലും ഇവിടെ വെക്കേണ്ടതില്ല, എന്നാൽ അതിൽ നിനക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്തേക്കും. മുസ്ലിം 1894 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരാളെങ്കിലും നന്നായാൽ, ഒരാളെങ്കിലും നല്ല രീതിയിലേക്ക് വന്നാൽ അവൻ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ലഭിക്കുന്ന അതേ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണെന്ന് ഈ ഹദീസുകളിലൂടെയൊക്കെ നമ്മൾ പഠിക്കുകയാണ്. നാളെ നമുക്ക് പറയാനുള്ളത് ഭക്തിക്കും സൽക്കർമ്മത്തിനും സഹായിക്കണം എന്നുള്ള അധ്യായമാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഞാൻ പറഞ്ഞു വന്നല്ലോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലത് പറയുക, നല്ലത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ സംശുദ്ധമാക്കുകയും മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരാരെങ്കിലും അതിലൂടെ ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്നാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിന്റെ തിരുറസൂൽ പറയുന്നു, അവർ പ്രവർത്തിച്ചതിന്റെ അതേ പ്രതിഫലം നിങ്ങൾക്കുമുണ്ടെന്ന്.
അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നാടിനും നന്മക്കും ഉപകരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൽപ്പിച്ചുകൊണ്ടിരിക്കുക, ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, നമ്മളിൽ നിന്ന് മോശമായ പ്രവർത്തനങ്ങൾ വരാതിരിക്കുക. ഇന്ന് സോഷ്യൽ മീഡിയകളെ എല്ലാം ഉണ്ടല്ലോ. കളവ് പ്രചരിപ്പിക്കാതിരിക്കുക സഹോദരങ്ങളെ, തെറ്റ് പ്രചരിപ്പിക്കാതിരിക്കുക, മോശമാക്കപ്പെട്ടത് പ്രചരിപ്പിക്കാതിരിക്കുക. പലരും പല മോശമാക്കപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്നവരാണ്. സഹോദരങ്ങളെ ചിന്തിക്കുക, നമ്മൾ കാരണമായിട്ട് അത്തരം കാര്യങ്ങൾ പ്രചരിക്കാതിരിക്കുക. നമ്മൾ കാരണമായിട്ട് അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ നമ്മളൊക്കെ നിസാരമായി തള്ളിക്കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വളരെ കുറ്റം ലഭിക്കുന്ന കാര്യങ്ങളാണ്. നമ്മള് പാട്ടുകളൊക്കെ മ്യൂസിക്കുള്ള പാട്ടുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുന്ന പല ആളുകളെയും കാണാം. എന്നാൽ അത് ഇസ്ലാമിക വിരുദ്ധമാണ് കേട്ടോ. മ്യൂസിക്, എല്ലാ മ്യൂസിക്കുമില്ല. എന്നാൽ കമ്പിവാദ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചതാണ്. അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ കേട്ടത് കൊണ്ട് മാത്രമല്ല, മറ്റുള്ളവർ അത് കേൾക്കുമ്പോൾ അവരുടെ ശിക്ഷയുടെ ഒരു പങ്ക് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. അതുപോലെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് അവയവദാനങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ. എന്നാൽ ഇസ്ലാമിൽ ഈ അവയവദാനങ്ങളുടെ വശം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? അത് പരിശോധിച്ചതിന് ശേഷം വേണ്ടി മാത്രമായിരിക്കണം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, അതിനേക്കാളൊക്കെ പ്രാർത്ഥന, അവയവം മാറ്റിവെക്കുന്നതിനേക്കാളൊക്കെ പ്രാർത്ഥന, അവയവം മാറ്റിവെക്കുന്നതിനേക്കാളൊക്കെ നല്ലത് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അസുഖങ്ങൾ ഭേദമാകും. അതിനാണ് അള്ളാഹുവിലുള്ള വിശ്വാസം, ദൃഢമായിരിക്കുന്ന വിശ്വാസം വേണം. മുസ്ലിങ്ങൾക്ക് അവയവദാനമില്ല കേട്ടോ, അവയവം ദാനം ചെയ്യാൻ അർഹതയില്ല കേട്ടോ. കാരണം അവന്റെ ഉടമസ്ഥതയിലല്ല അവയവങ്ങളെ. അത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു അവയവം അവന്റെ ഉടമസ്ഥതയിലല്ല. രക്തം ദാനം ചെയ്യാം, പക്ഷേ അവയവം ദാനം ചെയ്യാൻ പറ്റില്ല. കാരണം അവയവങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, അവയവങ്ങൾ സൃഷ്ടിച്ച നാഥൻ്റെതാണ്. ആ സൃഷ്ടിച്ച നാഥന്റെ ഉടമസ്ഥതയിലുള്ളതാണ് നമ്മുടെ ശരീരത്തിലുള്ളതെല്ലാം. അതുകൊണ്ട് അവയവം ദാനം ചെയ്യാൻ യാതൊരു അർഹതയും മുസ്ലിങ്ങൾക്കില്ല. ചില ഘട്ടങ്ങളിൽ മാത്രം അനുവദനീയമാണ്. അതും മുസ്ലിങ്ങളുടെ അവയവമല്ല, മരണപ്പെട്ടവരുടെ അവയവമല്ല. അവയവം ദാനം ചെയ്യാന് ജീവിച്ചിരിക്കുന്നവരുടെ അവയവം ദാനം ചെയ്യാൻ യാതൊരു പഴുതുമില്ല സഹോദരങ്ങളെ. എന്നാൽ മരണപ്പെട്ടവരുടെ അവയവങ്ങൾ ദാനം ചെയ്തതിന് ചില പരിധികളുണ്ട്, ചില നിയമങ്ങളുണ്ട്. അതും സഹോദരങ്ങൾ ചിന്തിക്കണം. അതിനൊക്കെ ചില വശങ്ങളുണ്ട്. അതൊക്കെ പഠിച്ചതിന് ശേഷമായിരിക്കണം ഇത്തരം അവയവദാനങ്ങളെ കുറിച്ച്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് വൃക്ക മാറ്റി വെക്കല്. അതിന് ഇസ്ലാമിന് എത്രത്തോളം അത് അനുവദിക്കുന്നുണ്ട് എന്ന് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം. അത്തരം കാര്യങ്ങളെ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ കാരണം ഒരു തെറ്റായിരിക്കുന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തുകയാണ്. തെറ്റായിരിക്കുന്ന സന്ദേശം എന്ന് ഞാൻ പറഞ്ഞത് ഈ അവയവദാനങ്ങൾ ഇസ്ലാമിക അനുവദനീയമാണെന്ന സന്ദേശം. ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ സഹതാപം അനുസരിച്ചായിരിക്കാം ചിലപ്പോൾ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടാകുക. എന്നാൽ അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്, വിജ്ഞാനമില്ലാത്ത ഒരു സമൂഹം മനസ്സിലാക്കുന്നത് എന്താണ്? ഇത് അനുവദനീയമാണ്, ഇത് ഇസ്ലാം അനുവദിച്ചതാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടാകുക. നമുക്കെന്താ ചെയ്യാൻ കഴിയുക? നമ്മൾ അവയവദാനത്തിന് വേണ്ടിയല്ല, നമ്മൾ പകരം അവർക്ക് വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക.
അള്ളാഹു അവരുടെ അസുഖം മാറ്റിക്കൊടുത്താൽ ഒരു ഓപ്പറേഷനും ആവശ്യമില്ല, ഒരു വൃക്ക മാറ്റി വെക്കൽ ശസ്ത്രക്രിയയും ആവശ്യമില്ല, ഒരു അവയവദാനവും ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അസുഖം മാറ്റിക്കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു നിമിഷം കൊണ്ട് മാറ്റിക്കൊടുക്കും. ഇല്ല, അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളിൽ എത്ര വൃക്ക തന്നെ മാറ്റി വെച്ചാലും ശരി, എത്ര കണ്ണുകൾ തന്നെ മാറ്റി വെച്ചാലും ശരി, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവന്റെ ടൈം എത്തുമ്പോ അവൻ മരണത്തിന് കീഴ്പ്പെടേണ്ടി വരും, മരണത്തിന് കീഴ്പ്പെടേണ്ടി വരും. എത്ര വൃക്ക മാറ്റി വെച്ചാലും, എന്തെല്ലാം ശസ്ത്രക്രിയകൾ ചെയ്താലും, ഡോക്ടർമാർ കിടഞ്ഞ് പരിശ്രമിച്ചാലും ശരി, എങ്ങനെ പരിശ്രമിച്ചാലും ശരി, ഇവിടെ എത്രയോ ആളുകൾ മരിക്കുന്നില്ലേ? എല്ലാവരും 60 വയസ്സ് കഴിഞ്ഞിട്ടാണോ മരിക്കുന്നത്? ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം മരിക്കുന്നില്ലേ? ഓപ്പറേഷന് മുമ്പ് മരിക്കുന്നില്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം മരിക്കുന്നില്ലേ? അത് വൃക്ക മാറ്റിവെച്ച ശസ്ത്രക്രിയക്ക് ശേഷം മരിക്കുന്നില്ലേ? അങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടും എന്തേ ആരും ജീവിച്ചിരിക്കാത്തത്? എല്ലാവരും എന്തേ 60 വയസ്സിന് മുകളിൽ എന്ന കണ്ടീഷൻ എത്താത്തത്? അതിനു മുമ്പ് ആളുകൾ മരിക്കുന്നില്ലേ? വയസ്സാകാതെ വാർദ്ധക്യം വരാതെ എത്രയോ പേര് മരിക്കുന്നില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മൾ കാരണം ഒരിക്കലും തന്നെ ഒരു തെറ്റായ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകരാൻ പാടില്ല. നമ്മൾ കാരണം ഒരിക്കലും തന്നെ ഒരു തെറ്റായിരിക്കുന്ന പ്രവർത്തനം മറ്റുള്ളവരിലേക്ക് എത്താൻ പാടില്ല. നമ്മൾ കാരണം ഒരു തെറ്റായിരിക്കുന്ന ഒരു അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദേശമുള്ള ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്താൻ പാടില്ല. നമ്മൾ കാരണം നന്മകൾ എത്തട്ടെ, നമ്മൾ കാരണം നല്ല ജനങ്ങളിലേക്ക് എത്തട്ടെ, നമ്മൾ കാരണം നല്ല പ്രവൃത്തികൾ എത്തട്ടെ, നമ്മൾ കാരണം നന്മയുടെ പാന്താവ് തുറക്കട്ടെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കും അവിടുത്തെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇഷ്ടപ്പെട്ട ആളായിട്ട് നമ്മൾ മാറട്ടെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നത്തെ ഹദീസ് ക്ലാസ് നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ ക്ലാസ്സിനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അത് ഏതെല്ലാം രീതിയിലാണോ ആ രീതിയിലൊക്കെ. ഞാൻ ഇന്നലെ ഞാനതൊക്കെ പറഞ്ഞിരുന്നു. പലരും ഇത് പല രീതിയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സഹോദരങ്ങളെ, അത് നിങ്ങളും തുടരണം. ഏതൊക്കെ രീതിയിൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ ആ രീതികളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നല്ല നല്ല പ്രവർത്തനങ്ങളെ നല്ലവരുടെ കൂട്ടത്തിൽ, നന്മയുള്ളവരുടെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അവിടുത്തെ അടിയാറുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നമുക്ക് ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രീതിയും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രീതിയും അനുസരിച്ച് പ്രീതിയും ഉള്ള അടിമകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ് എന്ന് സലാം പറയാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വീണ്ടും നിങ്ങൾക്കും പോയവർക്ക് വീണ്ടും പോകാത്തവർക്ക് ഒരിക്കലെങ്കിലും അവിടെ പോകാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ കൂടി ദുആ വസിയത്തോടെ